ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിലെ റായ്ഗഡ് ജില്ലയിൽ ഹനുമാൻ ക്ഷേത്രം തകർത്തതിനെ തുടർന്ന് വൻ കലാപമുണ്ടായി. കോപിച്ച ഹിന്ദു സംഘടനാംഗങ്ങൾ ഒരു ചർച്ചിന്റെ കുരിശ് തകർത്തു. ഛത്തീസ്ഗഡ് റായ്ഗഡ് ജില്ലയിൽ ബുധനാഴ്ച ഹനുമാൻ പ്രതിഷ്ഠിക്കാൻ നിർമ്മിച്ചിരുന്ന ക്ഷേത്രം തകർത്തതിനെ തുടർന്ന് സംഘർഷമുണ്ടായി. ഹിന്ദു സംഘടനാംഗങ്ങൾ ചർച്ചിന്റെ കുരിശ് തകർത്തതിനു ശേഷം അവിടത്ത് ഒരു ഭഗവ സാഫ്രൺ പതാക സ്ഥാപിച്ചു. സംഭവം ജൂഡ്മിൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് നടന്നത്. ലഭ്യമായ വിവരങ്ങളനുസരിച്ച് ഹിന്ദു സംഘടനയും ക്രിസ്ത്യൻ സമൂഹവും തമ്മിൽ കയ്യാങ്കളി നടന്നു. ഈ സമയത്ത് പ്രദേശത്ത് അമിതമായ സംഘർഷാവസ്ഥ നിലനിന്നിരുന്നു. വിവരം ലഭിച്ചതിനുശേഷം പോലീസ് സ്ഥലത്ത് എത്തിയപ്പോൾ സമാധാനത്തിനു വേണ്ടി നടത്തിയ ശ്രമത്തിനിടയിൽ ഹിന്ദു സംഘടനാംഗങ്ങൾ തമ്മിലും തല്ലു നടന്നു. സംഭവം നടന്നത് ബഡൻവാലി ഗ്രാമത്തിലാണ്. ക്ഷേത്രം തകർത്തതിനെ തുടർന്നാണ് കലാപം. ഗ്രാമസഭാധ്യക്ഷൻ പറയുന്നത് ക്ഷേത്രം പണിതത് അവനാണ്, തകർത്തതും അവനാണ്. ബഡൻവാലി ഗ്രാമസഭയുടെ പ്രസിഡന്റായ ജസ്വേദൻ ജാരിയ പറഞ്ഞു, ക്ഷേത്രം നിർമ്മിച്ചത് നിർമ്മൽ സാരഥിയാണ്, അപ്പോൾ അദ്ദേഹം ഹിന്ദുവായിരുന്നു. പിന്നീട് രോഗബാധിതനായതിനെ തുടർന്ന് അദ്ദേഹം മതമാറ്റം നടത്തി. രോഗസൗഖ്യം പ്രാപിച്ച ശേഷം അദ്ദേഹം ക്രിസ്തുവിനെ സ്വീകരിച്ചു. ശേഷം നിർമ്മൽ തന്നെ JCB ഉപയോഗിച്ച് ക്ഷേത്രം തകർത്തതായി പറയുന്നു. ബുധനാഴ്ച പുലർച്ചെ ബഡൻവാലി ഗ്രാമത്തിലെ ആളുകൾ ഹനുമാൻ ക്ഷേത്രം തകർന്ന നിലയിൽ കണ്ടു. ഈ വാർത്ത ഗ്രാമത്തിലുടനീളം വ്യാപിച്ചതോടെ ആളുകൾക്കിടയിൽ ആകാംക്ഷയും ക്രോധവും നിറഞ്ഞു. തുടർന്ന് പോലീസിന് വിവരം നൽകി. ഹിന്ദു സംഘടനാംഗങ്ങൾ സംഭവ സ്ഥലത്ത് എത്തി പ്രതിഷേധം ആരംഭിച്ചു. ചർച്ചിൽ സ്ഥാപിച്ചിരുന്ന കുരിശ് ഹിന്ദു സംഘടനാംഗങ്ങൾ തകർത്തതിനെ തുടർന്ന് പ്രദേശത്ത് തീവ്രമായ സംഘർഷം വളർന്നു. ഏറെ നേരം കഴിഞ്ഞു മാത്രമാണ് സ്ഥിതിഗതികൾ ശാന്തമായത്. ഹനുമാന്റെ പ്രതിമ സ്ഥാപിക്കാൻ നിർമ്മിച്ച ക്ഷേത്രം തകർത്തതിനെ തുടർന്ന് പ്രദേശത്ത് സംഘർഷാവസ്ഥ തുടരുകയാണ്. SDM പറഞ്ഞു, ചർച്ച് പട്ടയത്തിനുള്ള ഭൂമിയിലാണ്. എന്നാൽ ഭൂമി നിരീക്ഷകൻ പറഞ്ഞു, അത് രോഹിത് ഷായുടെ സ്വകാര്യ ഭൂമിയാണ്. വിവരം അനുസരിച്ച് ക്ഷേത്രത്തിന് നേരെ ഒരു ചർച്ച് സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് ഹിന്ദു സംഘടനാംഗങ്ങൾ ക്ഷേത്രം തകർത്തത് ക്രിസ്ത്യാനികളാണെന്ന് ആരോപിച്ചു.